എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ ചെയ്യണത്. കണ്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കാളനാണ് വെക്കുന്നത്. നമ്മൾ ഓണത്തിനൊക്കെ വെക്കില്ലേ, കാളനോ കുറുക്ക് കാളനോ എന്തും പറയാം. അപ്പം ഞങ്ങളിവിടെ കാളൻ എന്നാണ് പറയുക. അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കണതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ്. ഞാൻ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ ഇവിടെ ഒരു ചേനയുടെ കഷ്ണം കുറച്ച് ദിവസമായിട്ട് ഇരിക്കുന്നു, ഇങ്ങനെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഇനിയും വെച്ചാൽ കേട് വരും. അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. മോരും ഉണ്ടായിരുന്നു, പിന്നെ തേങ്ങയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാനത് ഇനി വേസ്റ്റാക്കി കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ചേനയുടെ ഈ മുഖഭാഗമൊക്കെ ഇങ്ങനെ വിണ്ട് ഇതായിരുന്നു കേട്ടോ. അപ്പോൾ കേടൊന്നുമില്ല. ഞാനത് നോക്കിയപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇരുന്നാൽ നാശാവുമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതുകൊണ്ടൊരു കാളൻ കൊണ്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഒരു പച്ചക്കായും എടുത്തു കേട്ടോ. പിന്നെ കുരുമുളക് പൊടിയാണല്ലോ അതിൽ ഏറ്റവും മെയിൻ, അതും വീട്ടിലിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഉള്ളപ്പോൾ പിന്നെ അത് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ചേന ഫ്രിഡ്ജിൽ കുറേ ദിവസമായിട്ട് ഇരുന്ന കാരണം കൊണ്ട് കത്തി കൊണ്ടൊന്നും മുറിയുന്നില്ല. എന്നിട്ട് ഞാൻ വെട്ടുകുത്തി എടുത്തു വന്ന് അത് പൊളിച്ച് നോക്കിയപ്പോൾ കൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല ഇതായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. എൻ്റെ മുഖഭാഗം മാത്രം ഒന്നും ഇങ്ങനെ വിണ്ടുന്നേ ഉള്ളൂ, തണുപ്പ് ഇതായിട്ട്. കുറച്ച് ദിവസമായി ഇരിക്കണു. പിന്നെയാണ് ഞാനടുത്ത് ഫ്രിഡ്ജിൽ തന്നെ വെച്ചത്. പിന്നെ ഒരു കായ നേന്ത്രക്കായ തോല് കളഞ്ഞിട്ട് ഇങ്ങനെ 4 കഷ്ണമാക്കി മുറിച്ചു. ചേനയും അതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുക. ആ ചേന മുഴുവൻ വേണ്ടി വന്നില്ല. ഇന്ന് ഞാൻ 2 കഷ്ണം എടുത്തു, ബാക്കി എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ ഇന്ന് പൊട്ടി വീണതാണ് ചെറിയൊരു ചേനയുടെ ഭാഗം. പിന്നെ ഒരു നേന്ത്രക്കായ, വളരെ കുറച്ച് മതി ചേനയൊക്കെ, വളരെ കുറച്ച് ചേനയും ഒരു നേന്ത്രക്കായും, തേങ്ങ 1 മുറി, പിന്നെ തൈരും ഉണ്ടെങ്കിൽ നമ്മളുടെ കാളൻ ആവും. അപ്പോൾ ഞാനത് കളയാൻ വയ്യാന്ന് വിചാരിച്ചിട്ട് ഞാനത് കാളനാക്കി മാറ്റിയതാണ്. അപ്പോൾ അതാ ഈ ചട്ടി എടുക്കുക, ഒക്കെ കഴുകിയിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയാണ് ഇതിൽ തോനെ വേണ്ടത്. വലിയൊരു സ്പൂണ് നിറച്ചും ഞാൻ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കൈ കൊണ്ടൊന്ന് നന്നായി കൂട്ടി തിരുമ്പിയിട്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചു. ആ സമയത്ത് തന്നെ ഒരു മുറി തേങ്ങ ചിരകി അതിൽ ജീരകം ഇട്ടിട്ട് നല്ല മിനുസായിട്ട് അരച്ചെടുക്കുക കേട്ടോ. അതാവുമ്പോഴേക്കും നമ്മളെ കാളനൊക്കെ വളരെ പെട്ടെന്നാവും. ചേന വെന്തോന്ന് നോക്കണം. കായ പിന്നെ വേവണ്ട ഇതിൽ പെട്ടെന്ന് തന്നെ ആവുമല്ലോ. അപ്പോൾ ചേന വെന്തോന്നൊന്ന് നോക്കുക. ചേനയൊക്കെ അപ്പോഴേക്കും വെന്ത് വന്നിരുന്നു കേട്ടോ. പിന്നെ ചേന വെന്തതിൻ്റെ ശേഷമാണ് ഞാൻ മോര് അതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഈ കുപ്പിയിലുള്ള മോരാണ് വാങ്ങിക്കുക. അപ്പോൾ അത് ഈ കുപ്പിയിലത്തെയാണ്. അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് കുലുക്കിയിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് 1-2 വട്ടം അങ്ങനെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിൻ്റെ ശേഷമാണ്, ഇല്ലെങ്കിൽ കുപ്പിയിൽ നോക്കുമ്പോൾ മുകളിൽ ഇങ്ങനെ വെള്ളം പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ 1-2 പ്രാവശ്യം ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ആറ്റിയെടുത്തതിൻ്റെ ശേഷം ഈ കയ്യിലിന് 4 കയ്യിലാണ് ഒഴിച്ചത് കേട്ടോ. അത് തൈരിൻ്റെ പുളി നോക്കിയിട്ടാണ്. ഒട്ടും പുളിയില്ല എന്നല്ല, കുറച്ച് പുളിയുണ്ട്. ഞാനൊരു 4 കയ്യിൽ ഈ തൈര് തിരിക്കി ഒഴിച്ചു കേട്ടോ. അതിലും പുളിയൊക്കെ ഉണ്ടെങ്കിൽ 2 കയ്യിലൊക്കെ ഒഴിച്ചാൽ മതി. ഇത് വല്ലാതെ പുളിയില്ല, എന്നാൽ തീരെ പുളിയില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുമെന്ന പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ മോര് ആയി വന്നപ്പോൾ ഞാനിതിൽ അരപ്പ് ഒഴിച്ചിരുന്നു കേട്ടോ. ആ വീഡിയോ ഇതിൽ പെട്ടിട്ടില്ല. അരച്ചൊഴിക്കുക. നല്ല അടിപൊളി കാളനാണ്, കുറുക്ക് കാളൻ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും കാളനൊക്കെ ഉണ്ടാക്കാൻ അറിയും എന്ന് വിചാരിക്കുന്നു.